കേരളത്തിന് രണ്ട് മന്ത്രിമാർ, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. രണ്ട് മന്ത്രിമാർ ഉറപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ മന്ത്രിമാരെ ലഭിക്കുമോ എന്നറിയില്ല. വരും ദിവസങ്ങളിൽ അത്തരമൊരു ചർച്ച നടക്കുമോ എന്നും അറിയില്ല. ഏതായാലും ഇപ്പോൾ രണ്ട് മന്ത്രിമാർ ഉറപ്പായിട്ടുണ്ട്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അവരുടെ വകുപ്പുകൾ ഏതാണ് എന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഏത് പദവി എന്നും അറിയാനുണ്ട്. എന്ന് വെച്ചാൽ ക്യാബിനറ്റ് റാങ്ക് കിട്ടുമോ, സ്വതന്ത്ര പദവിയായിരിക്കുമോ, അതല്ല സഹമന്ത്രി സ്ഥാനം മാത്രമായിരിക്കുമോ എന്ന്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ അത് കേന്ദ്ര BJP നേതാക്കൾ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജയിച്ചാൽ കേന്ദ്രമന്ത്രി സ്ഥാനമാണ്, അതും ക്യാബിനറ്റ് റാങ്കാണ് എന്ന്. സുരേഷ് ഗോപി ഒന്ന് കടത്തി പറഞ്ഞിരുന്നു, 10 മന്ത്രിമാർ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പദവിയാണ് തനിക്ക് വേണ്ടത് എന്ന്. എന്നാൽ കേരളത്തിൻ്റെ വികസനം ഞാൻ പൊടിപൊടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടുമോ എന്ന സംശയമുണ്ട്. കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം കേരളത്തിന് അത് ഗുണകരമാവുമെങ്കിൽ അതിനോടൊപ്പം നിൽക്കണം എല്ലാവരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. തൃശ്ശൂരിന് മാത്രമല്ല, ഒരു കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് റാങ്ക് BJP മന്ത്രിസഭയിൽ കിട്ടിയാൽ അത് കേരളത്തിന് ഗുണകരമാകും എന്ന കാര്യം സംശയമില്ല. നേരത്തെയൊക്കെ സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ലഭിച്ചത് എന്നുകൂടി ഓർക്കുമ്പോൾ, മന്ത്രിസ്ഥാനം നിശ്ചയിക്കുമ്പോൾ, കേരളത്തിന് മന്ത്രിസ്ഥാനം നിശ്ചയിക്കുമ്പോൾ പ്രത്യേകിച്ച് സമുദായ പരിഗണനയാണ് BJP എടുത്തത് എന്ന് മന്ത്രിമാരുടെ പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജോർജ് കുര്യൻ വന്നത് അതുകൊണ്ട് തന്നെയാണ്. ക്രൈസ്തവ സമൂഹത്തെ BJPയിലേക്ക് അടുപ്പിക്കാൻ നിരന്തര ശ്രമങ്ങൾ BJP നടത്തിക്കൊണ്ടിരുന്നു, എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരുന്നു. അതിൽ ഒറ്റയ്ക്ക് വിജയിക്കുകയും ചെയ്തിരുന്നു BJP. പക്ഷേ മണിപ്പൂർ സംഭവം നടന്നതോടുകൂടി അതിൽ മാറ്റം വരികയും ക്രൈസ്തവ സമൂഹം BJPയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് അവരെ കൂടെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം നടത്തിയിരുന്നു. എങ്കിലും പഴയ പോലെ അതിൽ വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കണം, കുറച്ചുകൂടി ക്രൈസ്തവ സമൂഹത്തെ BJPയോട് അടുപ്പിക്കണം. അതുതന്നെയാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിലുള്ള ലക്ഷ്യവും. പക്ഷേ നേരത്തെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടും BJPക്ക് അതിൽ വൻ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നതുകൂടി ഓർക്കണം. അൽഫോൺസ് കണ്ണന്താനം നേരത്തെ BJP മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളതായിരുന്നു. പക്ഷേ അത്രമാത്രം ബന്ധമുണ്ടായിട്ട് പോലും BJPയിലേക്ക് സഭയെ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ കൊണ്ടുവരുവാൻ അൽഫോൺസ് കണ്ണന്താനത്തിന് കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നതും സത്യമാണ്. ആ മാറ്റം മണിപ്പൂർ സംഭവത്തോടു കൂടി അകന്നുപോയി. അത് ഒന്നുകൂടി അടുപ്പിക്കാനാണ് ജോർജ് കുര്യൻ വന്നത് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അതുതന്നെയാണ് BJPയുടെ മനസ്സിലിരിപ്പ്. BJP നേതാക്കൾ സ്വകാര്യ സംഭാഷണത്തിൽ അത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു മന്ത്രി സുരേഷ് ഗോപിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇനിയിപ്പോൾ ഏത് റാങ്ക് കിട്ടും എന്നറിയാം. ഇതൊക്കെ ഈ മന്ത്രിമാരെ ഒക്കെ നിശ്ചയിച്ചത് സമുദായ പരിഗണന, മതപരിഗണന ആണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്നാൽ അതിൽ കൃത്യമായും BJP കൃത്യമായും ആരൊക്കെയാണോ വോട്ട് ചെയ്ത് BJPക്ക് അവർക്ക് കൃത്യമായ പരിഗണന നൽകിയില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. കേരളത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം, ഏതൊക്കെ സമുദായത്തിൽ നിന്ന് എത്ര വോട്ടുകൾ BJPക്ക് കിട്ടി, അത് കൃത്യമായും പറയുന്നുണ്ട് ലോക്നീതി CSDS സർവേ. ഇന്ത്യയിൽ ആധികാരികമെന്ന് പറയാവുന്ന സർവേയാണ് ലോക്നീതി CSDSന്റെ സർവേ. ഹിന്ദു ദിനപത്രവുമായി സഹകരിച്ചാണ് ആ സർവേ നടത്തുന്നത്. ഹിന്ദു ദിനപത്രത്തിൽ അത് സംബന്ധിച്ച് വിശദമായ വാർത്തകൾ വന്നിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ചലനങ്ങൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച്. കേരളത്തിൽ നായർ സമുദായത്തിൽ നിന്ന് 45% വോട്ടുകളാണ്, 45% വോട്ടുകൾ ഇത്തവണ BJPക്ക് കിട്ടിയത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. 45% വോട്ടുകൾ, അതിൽ പകുതിയും അല്ലെങ്കിൽ പകുതിയിലേറെയും എപ്പോഴും കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഇത്തവണ മാറുകയും BJPക്ക് അനുകൂലമാവുകയും ചെയ്തത് 45% വോട്ടുകൾ. അതോടൊപ്പം തന്നെ ഈഴവ വോട്ടുകളോ, കേരളത്തിലെ സമുദായ സമവാക്യങ്ങളിൽ നിർണായകമാണ് ഈഴവ സമുദായം. ഈഴവ സമുദായത്തിൽ നിന്ന് 32% വോട്ടുകളാണ്, 32% വോട്ടുകൾ ഇത്തവണ BJPക്ക് ലഭിച്ചത്. അത് കൃത്യമായും ശരിയാണ് എന്ന് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടുകൾ മാത്രം കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാകും. 32% വോട്ടുകൾ. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നോ ഇത്തവണ എല്ലാ പണിയും 18 അടവും പയറ്റിയിട്ടും ലഭിച്ചത് 5% വോട്ടുകൾ മാത്രമാണ്, വെറും 5% വോട്ടുകൾ. ആ 5% വോട്ട് കിട്ടിയ സമുദായത്തിനാണ് കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത്. ഈഴവ സമുദായത്തിന് നൽകിയില്ല. ഈഴവ സമുദായത്തിന് മന്ത്രിസ്ഥാനം നൽകാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ BJPയോടൊപ്പം നിൽക്കുന്ന BDJS ഉണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി. തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജയിക്കാനും കഴിഞ്ഞില്ല. വോട്ട് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും കുറയുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ജോർജ് കുര്യനെ മന്ത്രിയാക്കാൻ കഴിയുമെങ്കിൽ 32% വോട്ട് നൽകിയ ഈഴവ സമുദായത്തിന് പ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും തുഷാർ വെള്ളാപ്പള്ളിക്ക് മന്ത്രിസ്ഥാനം നൽകാമായിരുന്നു. പക്ഷേ ഈഴവ സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് BJP. അതിന് പറയുന്ന ന്യായമുണ്ട്. കാരണം V. മുരളീധരൻ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നു.
വി മുരളീധരൻ കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നു, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. എന്നിട്ടും കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് പൂർണ്ണമായും ശരിയല്ല. കാരണം ആലപ്പുഴയിൽ ഈഴവ സമുദായത്തിൽ നിന്ന് നല്ല വോട്ടുകൾ ഇത്തവണ BJP കിട്ടിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വി മുരളീധരന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈഴവ സമുദായത്തിന്റെ പിന്തുണ ഇത്തവണ നല്ല രീതിയിൽ ലഭിച്ചിരുന്നു BJPക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 32% വോട്ടുകളാണ് ലഭിച്ചത് എന്നാണ് ലോക്നിധി CDS സർവേ പറയുന്നത്. അതനുസരിച്ച് ഒരു പരിഗണന ഉറപ്പായും ഈഴവ സമുദായത്തിന് നൽകേണ്ടതായിരുന്നു. അത് തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകുമോ എന്നതല്ല, ആ സമുദായത്തിൽപ്പെട്ട മറ്റാർക്കെങ്കിലും നൽകാമായിരുന്നു. അത് നൽകിയില്ല എന്ന് വെച്ചാൽ ഈഴവ സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് BJP എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം BJPയുടെ ഒരു പൊതു നിലപാടുണ്ട്. പിന്നോക്ക, ദളിത്, മുസ്ലിം സമുദായത്തോട് ഒരു തരത്തിൽ ഒരു അവഗണന എല്ലാ കാലത്തും BJP കാണിച്ചിട്ടുണ്ട്. അതിനുള്ള തിരിച്ചടിയാണ് ഉത്തരേന്ത്യയിൽ ലഭിച്ചത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് യു പിയിൽ അഖിലേഷ് യാദവ് മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ മുന്നണിയുണ്ട്, ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പേരാണ് PDA എന്ന് വെച്ചാൽ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഐക്യം എന്ന്. അതായിരുന്നു സത്യത്തിൽ യു പിയിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി ജനതാ പാർട്ടിയെ സഹായിച്ചത്. പിന്നോക്ക ദളിത് ന്യൂനപക്ഷ കൂട്ടായ്മ അതായിരുന്നു യു പിയിൽ വൻ മുന്നേറ്റമുണ്ടാക്കിയത്. അതായിരുന്നു BJPയുടെ അടിത്തറ ഇളക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ദളിത് പിന്നോക്ക സമുദായം എന്തുകൊണ്ടാണ് BJPയിൽ നിന്ന് അകന്നത്? BJPയുടെ നയങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് തിരിച്ചറിയാൻ ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടില്ല, പിന്നോക്ക വിഭാഗത്തിലെ ജനങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ 32% വോട്ടുകൾ ഒരിക്കലും ഈഴവ സമുദായത്തിൽ നിന്ന് BJPക്ക് ലഭിക്കില്ലായിരുന്നു. ആ ഈഴവ സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് BJP ചെയ്തത് എന്നതാണ് വസ്തുത. ഉത്തരേന്ത്യയിൽ എന്താണോ പിന്നോക്ക സമുദായത്തോട് BJP കാട്ടിയത് അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിലും കാട്ടിത്തുടങ്ങുന്നത് എന്നർത്ഥം. BJPക്ക് പിറകെ പോകുന്ന തുഷാർ വെള്ളാപ്പള്ളി ഒന്ന് ഇരുന്ന് ആലോചിക്കണം എന്തുകൊണ്ടാണ് തനിക്ക് ഒരു പരിഗണന ലഭിക്കാത്തത് എന്ന്. ഇത്രയും കാലം BJPക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നടന്ന് BJPയുടെ പരിപാടികളിൽ പങ്കെടുത്ത് BJPയോടൊപ്പം നടന്ന് കാല് കഴയ്ക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ ചെരുപ്പ് തേഞ്ഞ് പോവുക എന്നല്ലാതെ മറ്റൊരു ഫലവുമില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇത്തവണ കേരളത്തിൽ നായർ സമുദായത്തിനും അതേപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിനുമാണ് ഒരു മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത് BJP. ക്രൈസ്തവരെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിൽ തർക്കമേയില്ല. നേരത്തെയും ആ പരീക്ഷണം കേരളത്തിൽ നടത്തിയതാണ്. അത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ BJPയോടൊപ്പം നിന്ന ഈഴവ സമുദായത്തെ പൂർണ്ണമായും തഴയുന്ന നിലപാടാണ് സ്വീകരിച്ചത് കേന്ദ്ര BJP നേതൃത്വം എന്നതാണ് ഈ മന്ത്രി പദവി നമ്മോട് പറയുന്നത്.